ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ പഴമുണ്ട്, നിങ്ങൾക്ക് 1/2 കിലോ പഴം കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക, അധികം കറുത്ത് പോയ പഴം വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. അപ്പോൾ ഇതാ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഞാൻ ഇപ്പോൾ 3 പീസാക്കിയതിന് ശേഷം നടുക്കൂടി കട്ടാക്കും കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. മുഴുവൻ പഴവും ഇതേപോലെ ഒന്ന് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പഴം ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരു അരമുറിൻ്റെ തേങ്ങൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുക ഇത്രയും പഞ്ചസാര എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന്. നമ്മളിതിലേക്ക് മുട്ടയും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പഞ്ചസാര ഒന്ന് ഉരുകി ഒന്ന് കളറ് മാറി വരണേ. പഞ്ചസാര ഉരുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ വേവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടൊന്ന് ആറി വരണം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് നേരം തന്നെ വാട്ടി കൊടുക്കട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി, 1 ടീസ്പൂൺ അളവിൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പഞ്ചസാര ഉരുക്കുന്നതിനനുസരിച്ച് പഴവും പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പഴം നല്ലോണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു ജാറെടുത്ത് വെക്കുക. അതിലേക്ക് ഞാൻ 10 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങൻ്റെ അകത്ത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മുട്ടൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പം മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും തേങ്ങയും നല്ലോണം തന്നെ അടിച്ചെടുക്കുക. നേരത്തെ തേങ്ങ അലത്തിയ പാത്രമില്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഒരു പാത്രം ഞാൻ കഴുകിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചതാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. മുട്ടയും തേങ്ങയും കൂടി അടിച്ചു വെച്ച ആ ഒരു കൂട്ട് ഒന്ന് അടിഭാഗത്തായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം എല്ലാ ഭാഗത്തും നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി കൂട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും പഴം എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പഴം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വെക്കുന്ന സമയത്ത് തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. തട്ട് നല്ലോണം ചൂടായി വന്നോട്ടെ. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ അങ്ങനെ വെക്കണം കേട്ടോ. വേവ് ഉണ്ടാവും. പിന്നെ ഈ ഒരു ലിഡ് നല്ലോണം ക്ലോസ് ആക്കിയിട്ട് കേട്ടോ. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ വെന്ത് വന്നോട്ടെ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സൈഡ് ഭാഗമൊക്കെ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് മുട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ഞാനിത് ചൂടോടെയൊക്കെ മുട്ടിയത് എനിക്ക് ചെറിയൊരു പണി കിട്ടീന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് മുട്ടി കാണിച്ചു തരാം.
അപ്പോൾ അടിഭാഗം ഒന്ന് പറ്റി പിടിച്ചു കഴിഞ്ഞു കേട്ടോ ചെറുങ്ങനെ. പക്ഷെ കരിയൊന്നും ചെയ്തിട്ടില്ല. അത് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. ഇത് ഞാൻ പെട്ടെന്ന് വീഡിയോക്കും വേണ്ടിയിട്ട് ഇത് എടുത്തതായിരുന്നു കേട്ടോ. ചൂടൊന്നും തണിയാൻ നേരില്ലാണ്ട്. അപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി നമുക്ക് ഈ ഒരു ബനാന കേക്ക് കേട്ടോ. കണ്ടില്ലേ, കരിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിങ്ങനെ അടിഭാഗത്ത് ഒന്ന് ചൂട് കുറച്ചധികമായിപ്പോയി. കുഴപ്പമില്ല, നമ്മളിപ്പം ചൂട് നല്ലോണം അറിയതിന് ശേഷം മുട്ട വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ.